1980 മുതൽ മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിലെ സിനിമകളെല്ലാം പേഴ്സണലി ഇഷ്ടമുള്ളവയാണ്. പലതും റിപ്പീറ്റായി കണ്ടിട്ടുള്ളതുമാണ്. റിപ്പീറ്റ് വാല്യൂ കൂടിയ സിനിമകൾ. ഇത്തവണ സത്യനന്ദിക്കാടിന്റെ സിനിമ എന്നതിനപ്പുറം അനൂപിന്റെയും അഖിലിന്റെയും കൂടെ സിനിമയാവും ഹൃദയപൂർവ്വം എന്ന ചിത്രം. അങ്ങനെ ഒരു പുതിയ ഫ്രഷ്നസ്, പുതിയ കാലഘട്ടത്തിൽ തരാൻ പോകുന്ന ഫ്രഷ്നസ് ഈ സിനിമയ്ക്കുണ്ടാകും എന്നതിൽ സംശയമൊന്നുമില്ല. അവരുടെ കടന്നുവരവ് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. വരനെ ആവശ്യമുണ്ട്, പാച്ചുവും അത്ഭുത വിളക്കും രണ്ടും ഇവരുടെ മികവ് എടുത്തു കാണിക്കുന്ന സിനിമകളാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുള്ള മറ്റൊരു മോഹൻലാൽ സിനിമ ആശീർവാദിന്റെ ഹൃദയപൂർവ്വം എന്നുറപ്പിക്കാം. 2025 ഓണം സീസണിൽ കുടുംബ പ്രേക്ഷകർക്ക് ഒരു മോഹൻലാൽ സിനിമ എന്നതാണ് ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. കാരണം ചിത്രത്തിന്റെ പൂജ എന്ന് തുടങ്ങി ഷൂട്ടിംഗും ആരംഭിച്ചു. മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട്. ഇരുവരും വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ പൂജാ ചടങ്ങിന്റെ ചിത്രങ്ങൾ മോഹൻലാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കുവച്ചിരിക്കുകയും ചെയ്തു. ഹൃദയപൂർവ്വം ഇന്ന് ആദ്യ ചുവടുവെപ്പ് നടത്തുന്നു എന്നാണ് മോഹൻലാൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വത്തിനായി മോഹൻലാൽ ഗെറ്റപ്പ് ചേഞ്ച് നടത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഏറെ നാളുകളായി താടി വളർത്തി ഗെറ്റപ്പിലായിരുന്നു മോഹൻലാൽ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയ ചിത്രത്തിനായി താടി ട്രിം ചെയ്താണ് നടൻ പ്രത്യക്ഷപ്പെട്ടത്. ഒരു പുതിയ ലുക്ക്. 2015 പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സത്യനന്ദിക്കാടും ഒരുമിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ താരമായ മാളവിക മോഹനാണ് സിനിമയിലെ നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. ചിത്രത്തിന്റെ കഥ ഒരുക്കുന്നത് അഖിൽ സത്യനാണ്. അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റായി പ്രവർത്തിക്കുന്നു. എബ്രാനു ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം. വളരെ സിമ്പിളായിട്ടാണ് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടത്തിയത്. കൊച്ചിയിലാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. മുളന്തുരുത്തി എരിവേലിയിലുള്ള മനോഹരമായ ഒരു ബംഗ്ലാവിൽ തികച്ചും ലളിതമായ ചടങ്ങിൽ സത്യനന്ദിക്കാടും മോഹൻലാലും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു തുടക്കം. തുടർന്ന് സിദ്ദിഖ്, ബി ഉണ്ണികൃഷ്ണൻ, TP സോനു, അനു മുത്തേടത്ത്, ആന്റണി പെരുമ്പാർ, ശാന്തി ആന്റണി എന്നിവർ ചേർന്ന് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു. സിദ്ദിഖും സബിത ആനന്ദുമാണ് ആദ്യ രംഗത്തിൽ അഭിനയിച്ചത്. ഇതിനുശേഷം മോഹൻലാലിനെ കാണാനായത് കൊച്ചിൻ എയർപോർട്ടിലായിരുന്നു. അതിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. മോഹൻലാലിന് ഇന്നേ ദിവസം ഷൂട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ഇനി മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് MN എന്ന ചിത്രത്തിലാണെന്നും അതിന്റെ അടുത്ത ഷെഡ്യൂൾ ഡൽഹിയിൽ ആയിരിക്കും. അപ്പോഴാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് എത്താൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളും വരികയാണ്. ഇപ്പോൾ നയൻതാരയും ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആശീർവാദിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ മറ്റൊരു പ്രധാന ലൊക്കേഷനാണ് പൂനെ. സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. വളരെ പ്ലസന്റ് ആയ ചിത്രമായിരിക്കും ഇതെന്ന് സംവിധായകൻ വ്യക്തമാക്കുകയും ചെയ്തു. സിനിമയുടെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ലെന്നും പറയുകയുണ്ടായി. നർമ്മവും ഇമോഷനുമൊക്കെ ഇഴചേർന്ന കഥാഗതിയിൽ ഒരു പൊടി മുറിപ്പാടിന്റെ നൊമ്പരം കൂടി കടന്നു വരുന്നത് ചിത്രത്തെ പ്രേക്ഷക മനസ്സിൽ ചേർത്ത് നിർത്താൻ ഏറെ സഹായകരമാകും. കാമ്പുള്ള ഒരു കഥയും കിട്ടുറപ്പുള്ള തിരക്കഥയും ഈ ചിത്രത്തിന് ഏറെ പിൻബലമാകുന്നു. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളുടെ ദൃശ്യം വന്നപ്പോൾ മോഹൻലാലിന്റെ വ്യത്യസ്തമായ ലുക്കും ഇതിൽ പ്രകടമാണ്. പിന്നെ മറ്റൊരിടത്ത് മറ്റൊരു കോംബോ കൂടി ഒന്നിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി നയൻതാര എത്തിയ വിവരം. 9 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും നയൻതാരയും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമ കൂടിയാണിത്. ഇതിൽ മോഹൻലാൽ കൂടി എത്തുന്നു എന്ന പ്രത്യേകത കൂടി പറഞ്ഞു വെക്കുന്നു. 2016 റിലീസ് ചെയ്ത പുതിയ നിയമത്തിലാണ് ഇരുവരും ഇതിനു മുമ്പ് ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടത്. മലയാളത്തിൽ ഏറ്റവും ചിലവേറിയ സിനിമയുടെ 5ാമത്തെ ഷെഡ്യൂളാണ് കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്നത്. നടി രേവതി ഉൾപ്പെടുന്ന പ്രധാന രംഗത്തിന്റെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ഈ വമ്പൻ സിനിമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിരയിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരുമുണ്ട്. സിനിമയുടെ 2 ഷെഡ്യൂൾ ശ്രീലങ്കയിലും 1 ഷെഡ്യൂൾ UAE-യിലും 1 ഷെഡ്യൂൾ അസർബൈജാനും പൂർത്തീകരിച്ച് 5ാം ഷെഡ്യൂൾ കൊച്ചിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. അടുത്ത ഷെഡ്യൂൾ ഡൽഹിയിൽ ആരംഭിക്കും. മമ്മൂട്ടി, മോഹൻലാൽ, രേവതി ഉൾപ്പെടെയുള്ളവരുടെ രംഗങ്ങളാണ് ഡൽഹിയിൽ ചിത്രീകരിക്കുക. ആന്റോ ജോസഫ് പ്രൊഡ്യൂസറും CR സലീം, സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ്. രാജേഷ് കൃഷ്ണനും CV സാരഥിയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ. രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷാഹിൻ സിദ്ദിഖ്, സനൽ അമൻ, രേവതി, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയവരുടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും അണിനിരക്കുന്നു. ബോളിവുഡിലെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫറായ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം.